ഈ കാണുന്ന ആടിനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ എങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ ആടിനെ അടുത്ത ഞായറാഴ്ച ഫ്രീ ആയിട്ട് തരാൻ പോവുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ പേര് സ്ഥലവും കമന്റ് ചെയ്തോ, പേജ് ഫോളോ ചെയ്യാൻ. 20 കിലോ പറഞ്ഞു പുറത്തോണ്ട് 19 കിലോ ഉള്ളൂ. ഞാനിവിടെ തിരിച്ചുകൊണ്ടും കൊടുക്കും, ആടിനെയും കൊടുക്കും, പൈസ. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിലാണ്, കേരള ഗോട്ട് ഫാമില്. അപ്പം നമ്മളിവിടെ വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാമാണ്. അതായത് ഇവിടെ ലൈവായിട്ട് മട്ടൺ, അതായത് പ്രീ ബുക്കിങ്ങിലൂടെ സ്വന്തമാക്കാന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ ഫാമുകളിൽ പോലും. നമസ്കാരമുണ്ട്. നമസ്കാരം. ഒരു അടിപൊളി ആശയം, പ്രീ ബുക്കിംഗ് ലൈവ് മട്ടൺ കൊടുക്കുന്ന ഫാം. അതെ അതെ, കേരളത്തിൽ ആദ്യമായിട്ട് ഈ ആശയം കൊണ്ട് നമ്മളാണ്. തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അതുകൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും ഇത്തരം ഫ്രഷ് മട്ടൺ അല്ലേ സാധാരണക്കാരിലേക്ക് എത്തിക്കാണ് നമ്മുടെ ലക്ഷ്യം. ലിവർ ആയാലും ബ്രെയിൻ ആയാലും എല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട് എത്തിക്കും. പിന്നെ പ്രീ ബുക്കിംഗ് ഉള്ളത് എല്ലാവർക്കും ഒരു ഗുണം തന്നെയാണ്. തീർച്ചയായും എല്ലാവർക്കും. അത് നമ്മൾ മറ്റുള്ള പൈസയൊന്നും ഈടാക്കുന്നില്ല. ഫ്രീ ബുക്കിംഗ് ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു വെള്ളിയാഴ്ച ദിവസം നമ്മളൊരു ആടിനെ കട്ട് ചെയ്യുന്ന നമ്മളൊരു ഒരാഴ്ച മുന്നേ പറയൂല്ലോ. ഒരാഴ്ച മുന്നേ അപ്പൊ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 1 കിലോ 2 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ ആയാലും നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടെത്തിച്ചു കൊടുക്കുകയും നമ്മുടെ ഫാമില് മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്താൻ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും നല്ല ഇനം ആടുകളെ മാത്രം നമ്മുടെ ഈ ഒരു ഫാമിൽ കാണുന്നില്ലേ? അതെ അതെ, തീർച്ചയായും നമ്മൾ നേരിട്ട് പോയി അവിടെ പോയി സെലക്ട് ചെയ്ത് എടുത്തോണ്ടാ വരുന്നത്. ലോഡ് കണക്കിനാണെങ്കിൽ നമുക്ക് ഓരോ ആടിലും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അല്ലാതെ ചെന്ന് അവിടെ ഒരു ലോഡിന് വന്ന് വിളിച്ചു പറയുമല്ല, നേരിട്ട് ചെന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്താണ് ലോഡ് കയറ്റി വിടുന്നത്. അതുകൊണ്ട് വളർത്താൻ പറ്റിയ ആളുകളാണ് ഇവിടെ നിൽക്കുന്ന. പിന്നെ അത് കൂടാതെ കട്ടിങ്ങിനുള്ളതുണ്ട്. ഈ കാറ്ററിംഗുകാർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാൻ ഈ കേറ്ററിംഗുകാർക്ക് കാര്യങ്ങൾക്കൊക്കെ അവരെങ്ങനെ തൂക്കത്തിലാണോ നമ്മൾ കൊടുക്കുന്നത്? നമ്മള് തൂക്കം, ഈ തൂക്കത്തിന്റെ കാര്യം പറയുമ്പോൾ ചോദിച്ചത് നന്നായി. തൂക്കത്തിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയാനുള്ളത്, നമ്മൾ ഇവിടുന്ന് ഒരു 18.5 കിലോ ഉള്ള ഒരു ആടിനെ കൊടുക്കുന്നു. ഇത് വെളിയിൽ കൊണ്ടുപോയി ഇത് 18.5 കിലോ ഇല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാൽ ആ പൈസയും കൊടുക്കും, ആ ആടിനെ നമ്മൾ കൊടുക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യം. അപ്പം അറക്കാനുള്ളതായാലും വളർത്താനുള്ളതായാലും എന്താണെങ്കിലും 100% ഉറപ്പാണോ? 100%. അതോ വീഡിയോക്ക് വേണ്ടിട്ട് പറയുവാണോ? എന്തിനാണ് അങ്ങനെ പറയണേ? അങ്ങനെ പറയുമല്ലോ, ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പൊ നമ്മുടെ കേരള ഗോഡ് ഫാമിൽ വന്ന് നിങ്ങൾ ഒരു ആടിനെ മേടിച്ചോണ്ട് പോയി തൂക്കി നോക്കി ഇവിടുന്ന് 20 കിലോ പറഞ്ഞു പുറത്തോണ്ട് 19 കിലോ ഉള്ളൂ. ഞാനിവിടെ തിരിച്ചുകൊണ്ട് കൊടുക്കും, ആടിനെയും കൊടുക്കും, പൈസയും കൊടുക്കും. അപ്പൊ ഒരു കാരണവശാലും പേടിക്കണം, ധൈര്യമായിട്ട് കാരണം എന്താണെന്നറിയോ? എന്റെ ഫാമില് പല ആൾക്കാരും വന്നിട്ടുണ്ട്. പലയിടത്തും ചീപ്പ് റേറ്റിൽ കൊടുക്കാന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യും. എന്നിട്ട് അവിടെ ഇത് കണ്ട് പരസ്യം കണ്ട് അവരവിടെ ചെല്ലുന്ന തന്നെ ചീറ്റ് ചെയ്യാ അവരെ. അതായത് തൂക്കം കുറയുന്നു. അതായത് 30 കിലോ മേടിച്ചോണ്ട് വന്നെന്ന് കൂട്ടിക്കോ, വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോ അത് 20 കിലോ 22 കിലോ 8 കിലോയുടെ ഡിഫറൻസ് വരും. അപ്പൊ നമ്മുടെ ഫാമിൽ അങ്ങനെ ഒരു തട്ടിപ്പും എടുത്തു പറയുന്നു. അങ്ങനെ അത് സംശയം. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പോയല്ലോ, ഇങ്ങനെ ഒരു ഗ്യാരണ്ടിയിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഓണർ വന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു, വീട്ടമ്മമാർക്കൊക്കെ മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് ഈ ഒരു ആട് ബിസിനസ്. അവരുടെ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് ഒരു വരുമാനം ആട് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. അതെ, അത് ശരിയാ. എല്ലാം നല്ല ഒത്ത സൈസിനുള്ള സാധനങ്ങളല്ലേ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും ഇവിടെ ഓരോ ആടുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, ഇതിന്റെ പ്രത്യേകം എന്തറിയോ, ഇവരുടെ തുറന്നു വിട്ടങ്ങ് വളർത്തുക. പിന്നെ അല്ലാതെ കൂട്ടിൽ അടച്ചിട്ടുള്ള പരിപാടി നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ നോക്കി എങ്ങനെ ഇല്ലാതെ വന്നാലും ഇതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ. അത് ശരി. പിന്നെ ഇതേപോലെ തന്നെ ആയിരിക്കും. ഓടി ചാടി കളിച്ചങ്ങ് നടക്കുക. നല്ല പച്ച പ്ലാവിലെ കൊടുത്ത് വളർത്തുന്ന അടിപൊളിയാണ് അല്ലേ? നമ്മുടെ കൂടെ ഇണങ്ങി നിന്നോളൂ. പിന്നെ ഇത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ വന്നപ്പം ആദ്യം തന്നെ നിങ്ങളെ കൂടെ പരിചയപ്പെട്ടല്ലേ ഇതിനകത്തോട്ട് കയറ്റി വെൽക്കം ചെയ്തത്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ കാര്യം പറയുന്നത്, കേരളത്തിലുള്ള വീട്ടമ്മമാരെല്ലാം എന്ന് വെച്ചാൽ വളർത്താനുള്ള ആട് വേണേ നേരെ നമ്മുടെ ചന്ദനത്തോപ്പുള്ള കേരള ഗോഡ് ഫാമിലോട്ട് പോരെ. അതല്ല കാറ്ററിംഗുകാർക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള ആട് വേണോ, അത് വന്ന ലൈവ് ഫ്രഷ് സാധനം അല്ലേ? കേരള ഗോഡ് ഫാം ഒരു നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മളവർക്കും ധൈര്യമായിട്ട് വിളിച്ചോ. ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഇല്ലാതെ അല്ല അടിപൊളി മട്ടൻ കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു ഫാം അല്ലേ? കേരള ഗോഡ് ഫാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. നേരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.